ആവേശം സിനിമയിലെ അമ്പാൻ പറയുന്ന ഒരു ഹിറ്റ് ഡയലോഗുണ്ട്. രംഗണ്ണൻ പണ്ട് കുറച്ച് ഭൂമി വാങ്ങിയിട്ടിരുന്നു, അതിലാണ് ഇന്ന് ബംഗളൂരു എയർപോർട്ട് നിൽക്കുന്നത് എന്ന്. സിനിമയിൽ കേട്ട് ആരാധകർ ആവേശം കൊണ്ട് ആ വാചകം അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രായോഗികമാക്കിയ വ്യക്തിയായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപകൻ CJ റോയ്. ബംഗളൂരു നഗരത്തിന്റെ വളർച്ച പ്രവചിക്കുന്നതിൽ അസാമാന്യമായ ദീർഘവീക്ഷണം പുലർത്തിയ ആ ബിസിനസ് ഇതിഹാസം ഒരു വെടിയൊച്ചയിൽ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ വിറങ്ങലിച്ചു നിൽക്കുന്നത് ബിസിനസ് ലോകം മാത്രമല്ല, ശതകോടികൾ നിക്ഷേപിച്ച കേരളത്തിലെ രാഷ്ട്രീയ സിനിമാ പ്രമുഖർ കൂടിയാണ്. ഇലക്ട്രോണിക് സിറ്റിക്കും വൈറ്റ് ഫീൽഡിനുമിടയിലുള്ള സർജാപൂർ അന്ന് വെറുമൊരു കുഗ്രാമമായിരുന്നു. ആടുകൾ മേയുന്ന ആ തരിശു ഭൂമിയിൽ 350 ഏക്കറോളം സ്ഥലമാണ് റോയ് അന്ന് വാങ്ങിക്കൂട്ടിയത്. വെറും 6000 രൂപയായിരുന്നു അന്നൊരു സെന്റ് ഭൂമിയുടെ വില. റോയുടെ ആ നിക്ഷേപം ഇന്നിപ്പോൾ ഒരു ബിസിനസ് അത്ഭുതമാണ്. അന്ന് അവിടെ ഒരു സെന്റിന് 18 ലക്ഷം രൂപയിലധികമാണ് വിപണി വില. നഗരം എങ്ങോട്ട് വളരുമെന്ന് തിരിച്ചറിഞ്ഞ ആ ദീർഘവീക്ഷണമാണ് അദ്ദേഹത്തെ ഇന്ത്യയിലെ തന്നെ മുൻനിര ബിൽഡർമാരിൽ ഒരാളാക്കിയത്. HP-യിലെ പ്ലാനിംഗ് മാനേജർ ജോലി ഉപേക്ഷിച്ച് 2005-ൽ 100 കോടി രൂപയുടെ പ്രാരംഭ നിക്ഷേപവുമായി തുടങ്ങിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് പിന്നീട് ദക്ഷിണേന്ത്യയിലെ തന്നെ റിയൽ എസ്റ്റേറ്റ് വിപ്ലവമായി മാറി. ബാങ്ക് വായ്പകൾ പരമാവധി ഒഴിവാക്കി ബിസിനസ് ചെയ്യുക എന്നതായിരുന്നു റോയുടെ രീതി. ഇതിനായി സുഹൃത്തുക്കളായ പല പ്രമുഖരുടെയും നിക്ഷേപങ്ങൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും ഇത്തരത്തിൽ ശതകോടികൾ റോയുടെ പക്കൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഈ ഇടപാടുകളെക്കുറിച്ച് റോയുടെ കുടുംബാംഗങ്ങൾക്ക് പോലും വ്യക്തമായ അറിവില്ലാത്തത് നിക്ഷേപകരെ കടുത്ത അങ്കലാപ്പിലാക്കുന്നു. രേഖകളില്ലാത്ത വലിയ തുകകൾ റോയുടെ കൈകളിൽ എത്തിയതിനാൽ പണം നഷ്ടപ്പെട്ടാലും പരാതിയുമായി പുറത്തുവരാൻ കഴിയാത്ത ഗതികേടിലാണ് പല പ്രമുഖരും. ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളിൽ പല നിർണായക വിവരങ്ങളും ഉണ്ടെന്നാണ് സൂചന. CJ റോയുടെ മരണത്തോടെ അനാഥമാകുന്നത് ശതകോടികളുടെ നിക്ഷേപങ്ങളാണ്. ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളിൽ ഉള്ളതിനേക്കാൾ വലിയ സാമ്പത്തിക ഇടപാടുകൾ റോയിലൂടെ നടന്നിട്ടുണ്ടെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന. ഈ പണം തിരികെ ലഭിക്കില്ലെന്ന ഭയം കേരളത്തിലെ പല ഉന്നതരെയും ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. The Hourly News, truth every hour.